അണ്ണാ പൂച്ച സേഫാണ് അണ്ണാ ഡീല് പറ. സാധനം എനിക്ക് വേണം. പൈസ എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഈ 40 ലക്ഷം രൂപ എന്ന് പറയുന്നത് മക്കളെ എനിക്കൊരു 4 ലക്ഷം രൂപയ്ക്ക് തരാൻ പറ്റുമോ? 4 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപയ്ക്ക് എനിക്ക് അണ്ണാ എന്റെ ഈ വേറൊരു സാധനം ഉണ്ടോ? പൂച്ചയുടെ തലയും കോഴിയുടെ തലയോടെ ചേർത്ത് വെച്ചൊരു ജീവിണ്ട്, പൂക്കാന്ന് പറഞ്ഞൊരു സാധനം. കൊളാല അണ്ണാ പോണ എഴുതട്ടെ. അണ്ണ ഇത് ഓക്കെ ആണെങ്കിൽ പറ, അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരുണ്ട് കൊടുക്കാൻ. കേക്കേ അണ്ണ ഓക്കെ അല്ല. ഓക്കെ ആണ്. കേക്കേ അണ്ണ ഓക്കെ ആണ്. കാശ് അപ്പൊ കാശ് റെഡി, ക്യാഷ് തന്നാൽ സാധനം നാളെ വീട്ടിലേക്ക്. കാശാണ് പ്രശ്നം. ചെക്ക് മതി. ചെക്ക് സാധനം വരുന്നുണ്ട്. ചിറകുളപ്പട്ടിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ചിറകുളപ്പട്ടി വരുന്നത് നാട്ടിൽ വളർത്തുന്ന പട്ടികളുടെ ഡിമാൻഡ് കുറയും. ഈ സാധനം നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ വീട്ടിലെ ചോറ് കറി ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുതരും. ഇനിയിപ്പൊ കടയിൽ പോകാനാണെങ്കിലോ പറന്ന് പോയിട്ട് വരും. ഏത് വേറെ ട്രെയിനിങ് ഒക്കെ ഉണ്ട് അതിന്, പ്രത്യേക ട്രെയിനിങ്ങാ. അപ്പൊ ഇരുതല കോഴി പറയട്ടെ, അതിന്റെ ഡീല് കഴിഞ്ഞാൽ ചിറകുള്ള പട്ടികൾക്ക് എന്താ വില വരും? ഇതിന്റെ അടിയിലൊന്നും നടക്കട്ടെ. ഇതിന്റെ ഡീല് കഴിയട്ടെ, എന്നിട്ട് പിന്നെ അത് പിടിക്കാം. സാധനം എനിക്കറിയാൻ കിട്ടുമല്ലോ. എല്ലാം തന്നെ പട്ടി കൊമ്പുള്ള കോഴി എല്ലാം കൂടി ഞാൻ തകർക്കും. ഭയങ്കര ബുദ്ധിമാനായാള്. ഭഗവാനെ 40 ലക്ഷം രൂപയുടെ ചെക്കാണ്. എന്റെ ഇരട്ടത്തല കോഴി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വേണ്ട വിധത്തിൽ ഞാൻ വന്ന് കാണുന്നതായിരിക്കും. മക്കളെ എന്തോ അവിടെ ഉണ്ടായിരുന്നു, ഇനി പോരെ. 40 ലക്ഷം രൂപയുടെ ചെക്കാണ്. എന്നാ പിടിച്ചോ, സൂക്ഷിച്ചോണം. അപ്പം നാളെ വൈകുന്നേരം സാധനം എത്തത്തില്ലേ? നാളെ വൈകുന്നേരം ആകുമ്പോ കോഴി വരും. ഇവിടെ ആള് കാണത്തില്ലേ? കുളിച്ചൊരുങ്ങി സെറ്റായിട്ട് വൈകുന്നേരം കാത്തിരിക്കും. കുളിച്ചൊരുങ്ങിക്കുന്ന ഫ്രഷ് ആയിട്ട് കാണൂല. അതുകൊണ്ട് ഇരട്ടത്തല കോഴിയുടെ മുതലാളി. ഞങ്ങൾ പോയിട്ട് വരാം. അണ്ണാ ഇതെന്തിനടുത്ത് ഇവിടെ വെച്ചേക്കുന്നത്? നമ്മുടെ ഹസ്കി പട്ടിക്ക് വെള്ളം കുടിക്കാനായിട്ട്. അത് 2 റൗണ്ട് ഓടി വരുമ്പോ താനെ തുറന്ന് കുടിച്ചോളൂ. നിങ്ങൾ നമ്മുടെ ഉക്രൈനിൽ കൊണ്ടുവന്ന ഹസ്കി പട്ടി അതായിരുന്നു. ഓക്കെ പോട്ടെ കേട്ടോ. 2 ലക്ഷം